ഇന്ത്യയിലെ കന്യാകുമാരിയിലെ വാവതുരയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് സ്മാരകമാണ് വിവേകാനന്ദ പാറ. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവതുറൈ മുനമ്പിൽ നിന്ന് 500 മീറ്ററോളം അകലെ കടലിലായി 2 പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകനാഥ റാനഡെ സെക്രട്ടറിയുമായുള്ള വിവേകാനന്ദ പാറ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത്. 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീ വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ദിവസവും 100 കണക്കിന് ആളുകളാണ് വിവേകാനന്ദ പാറയിലേക്ക് കടലിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുന്നത്. പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷനാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. ബോട്ട് ജെട്ടിയിലെ ടിക്കറ്റ് കൗണ്ടറിനു മുന്നിൽ വരി നിൽക്കാൻ ഷീറ്റിട്ട പന്തൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ മിക്ക ദിവസങ്ങളിലും സന്ദർശകരുടെ നിര ബോട്ട് ജെട്ടിയുടെ ഗേറ്റും കടന്ന് സമീപത്തെ റോഡുകളിലേക്കു നീങ്ങും. ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദപ്പാറ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്. ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നു. വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന വിവേകാനന്ദ മണ്ഡപമാണ് മുഖ്യാകർഷണം. സന്ദർശകർക്ക് ധ്യാനിച്ചിരിക്കുവാനുള്ള ധ്യാന മണ്ഡപവും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട്. ധ്യാന മണ്ഡപം ഇന്ത്യയിലെ വിവിധ ക്ഷേത്ര നിർമ്മാണ രീതി സമന്വയിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ച് ഒന്നായി തീരുന്ന ത്രിവേണി സമുദ്ര സംഗമം ഇവിടെ നിന്നും ദർശിക്കാവുന്നതാണ്. വിവേകാനന്ദ മണ്ഡപം, ശ്രീപാദ മണ്ഡപം എന്നിവയാണ് പാറയിലുള്ള മുഖ്യമായ 2 നിർമ്മിതികൾ. കടലിൽ പ്രധാന പാറയ്ക്കരികിലുള്ള മറ്റൊരു പാറയിൽ തിരുവള്ളുവരുടെ ഒരു മഹാദീർഘകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്.